ആളിയാർ ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറന്നു. ഡാമിലെ 11 ഷട്ടറുകളും 12 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാം തുറന്നതോടെ വെള്ളത്തിലായിരിക്കുകയാണ് പാലക്കാട് പറളി ഓടന്നൂർ കോസ്വേ. അജിത് ബാബു ചേരുന്നു വിവരങ്ങളുമായി. അജിത്ത്, എന്താണ് പാലക്കാടത്തെ പൊതുവിലുള്ള സ്ഥിതി? ഈ ആളിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെ എവിടെയൊക്കെയാണ് ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത്? വിവരങ്ങൾ എന്തൊക്കെ? ഭാഗമായി ഷട്ടറുകൾ ഉയർത്തിയിട്ടുള്ളത് 11 ഷട്ടറുകളും 12 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. അതായത് സിൽവയിലൂടെ ഒരു സെക്കൻഡിൽ പുറത്തു വിടുന്നത് 1526 ഘന അടി നിന്ന് വെള്ളം അത് 2274 ഘന അടിയാക്കി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സൂയിസ് വഴി 170 ഘന അടി വെള്ളവും മറ്റു വഴികളിലൂടെ 7 ഘന അടി വെള്ളവും പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതായത് 2557 ഘന അടി വെള്ളമാണ് ഒരു സെക്കൻഡിൽ പുറത്തേക്ക് ഒഴുക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ചിറ്റൂർ പുഴയുടെ ഭാഗത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണമെന്ന് ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് ഇത്തരത്തിൽ ഈ വെള്ളം കൂടുതൽ ഒഴുക്കിവിടാൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ പാലക്കാട് പറളി ഓടന്നൂർ കോസ്വേ വെള്ളത്തിൽ ആയിരിക്കുന്നത്. ഇവിടെയുള്ള ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അജിത്ത്, ഇപ്പോൾ ഏതാണ്ട് ബോട്ട് പോകുന്ന പോലെയാണ് അതുവഴി വാഹനങ്ങൾ പോകുന്നത്. അവിടെ അപ്പോൾ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ടോ? വല്ലാത്തൊരു അപകടകരമായ സ്ഥിതിയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടോ അവിടെ? മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതി നിലവിൽ ഉണ്ടായിട്ടില്ല. ചിറ്റൂർ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ പുഴയിലേക്ക് ഇറങ്ങാനോ മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കായി പോകരുതെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധാരണ ഈ ആളുകളൊക്കെ ഇവിടെ കാണാനായി എത്തുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചിറ്റൂർ പുഴയിൽ അത്തരത്തിൽ ഇറങ്ങാനോ യാതൊരു തരത്തിലും അവിടെ പോയി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പാടില്ല എന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ വാഹന ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടില്ല. വലിയ വാഹനങ്ങളൊക്കെ ഇപ്പോഴും കടന്നു പോകുന്നുണ്ട്. പക്ഷെ ചെറിയ വാഹനങ്ങളൊന്നും കടന്നു പോകരുതെന്ന് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ അവിടെ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. ഘട്ടം ഘട്ടമായാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൂർണ്ണമായൊരു നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതാണെങ്കിലും ഈ കാര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. പാലക്കാടത്തെ സ്ഥിതിയാണ് അജിത് ബാബു പങ്കുവച്ചത്. ഏതായാലും സംസ്ഥാനത്താകെ ഇത്തരത്തിൽ പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ വലിയ തോതിലുള്ള മഴയും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ആളുകൾ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് എന്നുള്ളതാണ് പൊതുവിൽ ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.